മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിട് മുഴുവനെ പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്. കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവള് കിടന്ന് നിലവിളിച്ചു 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് ധരിച്ചു നിൽക്കാനല്ലാതെ രക്ഷിക്കണേന്ന് നിലവിളിക്കുമ്പോ ഒരു സുന്ദരി പെൺകുട്ടി നിലവിളി പിടിച്ചു കയറ്റാൻ കഴിയാതെ JCB വന്നിട്ട് തകിടങ്ങട് മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ ഉസ്താദെ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് 2ആയിട്ട് മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ എന്തേ സഹോദരങ്ങളെ പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു. കബറിൽ കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നടക്കുന്നു. കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടിക്കളിക്കുന്ന ആടുമേനെന്തറിയുന്നു പൊന്നുമോനെ. കൈ ഈ കുറ്റിയിൽ കെട്ടിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടിക്ക് അറിയില്ലല്ലോ അളക്കാരുള്ള അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ. ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിച്ചു നിൽക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിലെ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല, പരലോകത്ത് കുടിമാടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ 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 ഈ ഖബറിന്റെ ഉള്ളിൽ നൂറ്റാണ്ടുകളെ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ എല്ലാം അല്ലാഹു തന്നിട്ടുണ്ട്. വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചു കൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറിസിന്റെ തണലിലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ ബാക്കവി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാമുറൂസിന് ബഹുമാനായ സമസ്തയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. തങ്ങളുടെ ഉദ്ഘാടന കർമ്മം തീർന്നു. പ്രസംഗത്തിന് വേണ്ടി സ്വാധ്യക്ഷനെ ക്ഷണിച്ചു. എഴുന്നേക്കാൻ പോകുന്നതിന് മുമ്പ് മൈക്കോണാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുഞ്ഞിന് 12 വയസ്സായി. 17 ദിവസം മുമ്പ് അവരുടെ തലവേദന വന്ന മദ്രസയിൽ തലചുറ്റി താഴെ വീണു. താങ്ങിയെടുത്ത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ തളർന്ന കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബാക്കവി ഉസ്താദ് അടുത്ത സദസ്സിൽ വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ. ഈ മകന് അസുഖമൊന്ന് ശിവയാകാൻ. സഹോദരങ്ങളെ, ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, ഉസ്താദേ മരണം കാത്ത് 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാഹ് 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല.
പൈസ ഉസ്താദിന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000-ത്തിലധികം ആളുകൾ ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ്, ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ, ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ. ഇൻഷാ അല്ലാഹ് 30,000-ത്തിലധികം ആളുകൾ ഈ സദക്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ, ബാക്കം ഇവിടെ പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ജില്ലയിൽ, നാളെ ഞാൻ കരുനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്. ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആലുവയിലെ വാർഷിക പ്രഭാഷണത്തിൽ 1,00,000 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ എന്റെ സദസ്സിൽ പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറഞ്ഞ സദസ്സ്, അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫി കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ, അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ, അവർക്ക് ഖുർആൻ ഓതണമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43 ലക്ഷം രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യമായിട്ട് ആദ്യത്തെ ആളായി ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,666 ഞാൻ ചോദിക്കാറുണ്ട്. 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാൾ പറയും അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. യഹി ഇന്തിഹാ ഹേ, യഹി ഇബ്തിദാ ഹേ, യഹി രാസ്താ ഹേ, യഹി റഹ്റുമാ ഹേ, യഹി ഇബ്തിദാ ഹേ, ഇതാണ് തുടക്കം. യഹി ഇന്തിഹാ ഹേ, ഇവിടെയാണ് ഒടുക്കം. യഹി രാസ്താ ഹേ, ഇതാണ് വഴി, ഇതാണ് പാത, ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളെ ഞാൻ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും. എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്. എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുത്ത ബിലാൽ, ആ ബിലാൽ ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവില് ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് അവരാ റസൂലല്ലാഹ്
എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ട് പുറകിന് വന്ന് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേണ്ടേ ചെറുപ്പക്കാരാ, പച്ച വ്യഭിചാരം പഠിപ്പിച്ച മെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മന്ദയെയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയില് ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ. അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയെ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയെ, എന്തെങ്കിലും പരലോകത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാട്, അങ്ങനെ നിർത്തല്ലേ യാ റസൂലല്ലാഹ്. അവിടുത്തെ ആളുകള് നമ്മളെ പോലെയല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല. സഹാബത്ത് പറഞ്ഞു, നബിയെ നബിയെ നിർത്തല്ലേ നബിയെ, അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് പ്രയോജനമില്ലാത്ത അത് നിർത്തല്ലേ നബിയെ, എന്തെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞതാ തിരുദൂതരെ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം.